ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണല്ലോ, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ അതിക്രമം നമ്മൾ കണ്ടതാണല്ലോ. അത് കലാപത്തിനുള്ള ശ്രമമാണ് എന്നാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. പ്രതിഷേധമല്ല, പ്രതിഷേധം അതിരുവിടുന്നു, കലാപത്തിനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. ഇതിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. ഷീജ, ഈ പ്രതിഷേധം എന്ന പേരിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസും നടത്തുന്നത് എന്നാണോ ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്? തീർച്ചയായും. അതായത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട് ആക്രമിച്ചും അതോടൊപ്പം തന്നെ പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ സമരം, അത് അത്തരത്തിലുള്ള സമരം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. മന്ത്രിയുടെ വീടിന്റെ ഗേറ്റ് തകർത്ത് വീട്ടിൽ കയറി റീത്ത് വെച്ചു, പോലീസ് വാഹനം തകർക്കുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു, നാടാകെ കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മേഖലയിലും ജനകീയ പ്രതിഷേധം ഉയരാത്ത വിധത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും നാടിന്റെ വികസനവും ഉറപ്പുവരുത്തിയ ഭരണമാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഉണ്ടാകുന്നത്. അതിലുള്ള ഒരു അസഹിഷ്ണുത പൂണ്ടവരാണ് അനാവശ്യ സമരങ്ങളിലേക്കും അതിക്രമങ്ങളിലേക്കും അതുവഴി കലാപങ്ങളിലേക്ക് നാടിനെ തള്ളിവിടാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ അടിയന്തര ഇടപെടൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പും പോലീസും നടത്തുന്നുണ്ട്. അത്തരം സംഭവങ്ങളെ പെരുപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തി കലാപത്തിലേക്ക് തള്ളിവിടുന്ന ഒരു വിഭാഗം അത് മാധ്യമങ്ങളിലടക്കം നിലനിൽക്കുന്നു എന്നുള്ളതും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അവർ നാടിനെ കുട്ടിച്ചോറാക്കുന്ന കുപ്രചരണങ്ങളിൽ നിന്നും പിന്മാറണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാനത്തിന്റെ സമാധാനപൂർവ്വമായ അന്തരീക്ഷം അത് നിലനിർത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായ മാറ്റങ്ങളും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഷീജ, ആ കാര്യം പറയുമ്പോൾ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഈ ജനകീയ സമരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനം CPIM ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇത് സമരത്തിന്റെ മറവിൽ വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുകയാണ്. അങ്ങനെയുള്ള സമരാഭാസങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല, അതിൽ ശക്തമായ നടപടികൾ വേണ്ടിവരും എന്നതാണോ പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്? അതായത് ജനാധിപത്യപരമായ സമരങ്ങളോടോ പ്രതിഷേധങ്ങളോടോ ഒരു ഘട്ടത്തിലും അസഹിഷ്ണുത പൂണ്ട നിലപാട് സർക്കാർ LDF സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. കടുത്ത സമരങ്ങളിലൂടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയും വളർന്നു വന്നവർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ UDF ഭരണകാലത്തെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ മറന്ന ജനതയല്ല കേരളത്തിലുള്ളത് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സമരങ്ങൾ, അതായത് മന്ത്രിയെ വ്യക്തിപരമായി തിരിഞ്ഞ് ആക്രമിക്കാനോ അല്ലെങ്കിൽ റീത്ത് വെക്കാനോ തയ്യാറാകുന്ന തരത്തിലുള്ള സമരം അത് ജനാധിപത്യ സമരമാർഗമല്ല. ഇതിനു മുൻപും കേരളത്തിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങൾ ആയിരിക്കണം. അല്ലാത്ത സമരങ്ങളെ കൃത്യമായ രീതിയിൽ തന്നെ നേരിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്നുള്ള കാര്യം കൂടിയാണ് CPIM വ്യക്തമാക്കുന്നത്.